കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസ്ഥാനവും പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭ സമരങ്ങളും ആനുകാലിക പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതീക്ഷകളും സർക്കാർ ക്ഷേമനിധി സംബന്ധിച്ച് വ്യാപാരികൾ അറിയേണ്ട മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഏകോപന സമിതി സഹന സമരപാതയിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഏകോപന സമിതിയുടെ മുതിർന്ന നേതാവും സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ മുൻനിര നേതാവുമായ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജിക്ക് ആദ്യ പുസ്തകം നൽകിക്കൊണ്ട് കേരള വ്യാപാരി സമൂഹത്തിന്റെ ആശയും ആവേശവുമായ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ദേവസ്യ മേച്ചേരിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഏകോപന സമിതി സാംസ്കാരിക വിഭാഗം തലവനും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫ് സംസാരിച്ചു. വയനാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ജോജിൻ ടി ജോയി, ജനറൽ സെക്രട്ടറി കെ ഉസ്മാൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും യൂത്ത് വിംഗ് സംസ്ഥാന കോർഡിനേറ്ററുമായ സലീം രാമനാട്ടുകര, കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പുനത്തിൽ ബാഷീദ്, ട്രഷറർ എം പി തിലകൻ, ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശ്രയ പദ്ധതിയിൽ നിന്നുള്ള മരണാനന്തര ആനുകൂല്യമായ 2.5 കോടി രൂപയുടെ വിതരണവും നടത്തി. ജില്ലാടിസ്ഥാനത്തിലും രൂപീകരിക്കാൻ ഇടയായ സാഹചര്യം, മായം ചേർക്കൽ നിരോധന നിയമത്തിൽ നടത്തിയ സമരം, അതുപോലെ തന്നെ പാക്കറ്റിന്റെ പുറത്ത് രേഖപ്പെടുത്തിയ വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് സാധ്യത കിട്ടുമ്പോൾ കച്ചവടക്കാർ ആ വിലയ്ക്ക് വിറ്റതിന്റെ ഫലമായി ജയിൽ ശിക്ഷ അനുഭവിച്ച കാര്യങ്ങൾ, വികരാഷ്ട്ര കുറ്റങ്ങൾക്കെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയിട്ടുള്ള സമരങ്ങൾ, വിൽപ്പന നികുതി ഉദ്യോഗസ്ഥ വകുപ്പിന്റെ അന്യായമായ നടപടിക്കെതിരെയുള്ള സമരം